പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പിൽഗ്രിം ഉടമ്പടിയായി തീർത്ഥാടന പ്രാർത്ഥന കൂടുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന കൂടുന്നവരെല്ലാം കർത്താവേ, അങ്ങയുടെ വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. അവരുടെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ. കർത്താവിന്റെ ശക്തി, പ്രാർത്ഥിക്കുവാനുള്ള ശക്തി, വിശ്വസിക്കാനുള്ള ശക്തി, പാടുവാനുള്ള ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി ഇപ്പോഴാവസിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കെസിയയുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെസിയയുടെ ഹസ്ബൻഡ് കെസിയയോട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യ്, ലൈറ്റ് എ ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു. എന്തിനാണ്? ലാസ്റ്റ് ടെസ്റ്റ് വരുമ്പോൾ മാതാവ് കൃപാസനത്തിൽ നിൻ്റെ അമ്മയോട് പറഞ്ഞതുപോലെ, നമ്മുടെ അമ്മച്ചിയോട് പറഞ്ഞതുപോലെ നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ നമുക്കിന്ന് തന്നെ വിമാന ടിക്കറ്റ് ഇടുക എന്ന് പറഞ്ഞു. അവരെ വിശ്വസിക്കുന്ന, അതായത് ഹൈപ്പോത്തസിസ് ആയിട്ട് നിൽക്കുന്ന വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് വിശ്വാസ റീസണബിളിലേക്ക് വരാൻ കണ്ടില്ലേ? ഈ ഒരു ചേഞ്ചിങ് ഉണ്ടാകണം. ഒക്കണേ കൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഹൈപ്പോത്തസിസായിട്ട് നിൽക്കത്തില്ലേ? ഇതാണ് ഒരു വിശ്വാസത്തിൻ്റെ അപകട മേഖല. ഇവിടുന്ന് പെട്ടെന്ന് കെസിയയുടെ ഹസ്ബൻഡിനെ പോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എന്താ ചേഞ്ച് ചെയ്യണത്? ഇന്ന് നീ ലൈറ്റക്കാൻ്റെ പെരക്കസിഡ് ടെസ്റ്റിന് പോയിക്കോ. അമ്മ അവിടെ വെച്ച് നമ്മുടെ അമ്മച്ചിയോട് പറഞ്ഞതുപോലെ നീ ഇന്ന് സുഖപ്പെടും. അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാം. അതാണ് സംഭവിച്ചത്. അവരപ്പോൾ തന്നെ ലൈറ്റക്കാൻ്റെ പെരക്കസിഡ്. എന്താ റിക്വസ്റ്റ് ഇടാൻ കാര്യം? ലൈറ്റക്കാൻ്റെ പെരക്കസിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമ്മളൊരു 1.5 ലക്ഷം പേരെയാണ് ഒരു ജവമാല റാലിക്ക് പങ്കെടുക്കുന്നത്. കൃപാസനത്തിൻ്റെ ഒരു ജവമാല റാലിക്ക് ഒരു വർഷം പങ്കെടുക്കുന്നത് 1.5 ലക്ഷം പേരെ. ഇപ്പോൾ ഇനി ഒക്ടോബർ മാസമാകുമ്പോൾ തുടങ്ങും. ഒക്ടോബർ മാസം ഡേറ്റ് ഈ മാസം ഞാൻ ഒരു 3 ദിവസമായിട്ട് ജവമാല റാലിയെക്കുറിച്ച് അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് കിട്ടിയാൽ ഉടനെ നമ്മളതിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന ഇവിടുന്ന് പറഞ്ഞു തരും. അതിന് നിങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ 1.5 ലക്ഷം പേര് 22 കിലോമീറ്റർ ജവമാല റാലി നടത്തി കഴിയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് 1-2 കോടി ജവമാല വരും. ഈ ജവമാലയാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇങ്ങനെ 87 മുതലുണ്ട്. ഇപ്പം ആൾ കൂടുതലാണെന്നേ ഉള്ളൂ. അന്നൊന്നും ആൾ ഇത്രയില്ല. അന്ന് 800 ആളൊക്കെ ഉണ്ടായിരുന്നു. 2002 ജവമാല മാതാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ജവമാല റാലി തുടങ്ങിയത്. 2002 ഒരു ജവമാല റാലി കൊച്ചിയിൽ നിന്ന് നടത്തി ഇവിടം വരെ വന്നാണ് മാതാവിനെ ഇവിടെ വെളുപ്പിന് 2 മണിക്ക് പ്രതിഷ്ഠിക്കണം, നമ്മുടെ കവാടത്തിങ്കലെ. അന്ന് മുതൽ എല്ലാ ഒക്ടോബർ 25-ാം തീയതി ആകുമ്പോഴും ജവമാല റാലി നടത്തും. അന്ന് പോലെ നടത്തിയതുകൊണ്ട് ആ ജവമാലകളെല്ലാം പിന്നെ 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. 90 തൊട്ട് 2000 വരെ കടലിലെ വള്ളക്കാരെല്ലാം വിളിച്ച്, ബോട്ടുകാരെ വിളിച്ച് കടലിൽ കൺവെൻഷൻ. അപ്പോൾ അങ്ങനെ 10 കൊല്ലം നടത്തി. അതിനുവേണ്ടി 102 മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി മാത്രം മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള 10 കൊല്ലത്തോളം അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അത് നമ്മുടെ ആസ്തിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ അമ്മ തീരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആസ്തിയാണ്. ഇങ്ങനെ ഉണ്ടായ മധ്യസ്ഥ പ്രാർത്ഥന 2003 ജപമാല വർഷം വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കി, ജപമാല കൂടാരം ഉണ്ടാക്കിയിട്ട് ആ വർഷമാണ് ശാലവും ജപമാലക്കൊരു ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ് കൃപാസനത്തെ ബ്രാൻഡ് ചെയ്തത്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ ഇട്ട് സൺഡേ ശാലോമിൽ കൃപാസനം ജപമാലക്കൊരു ധ്യാന കേന്ദ്രം. സത്യമായ കാര്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മാർപ്പാപ്പ 4ാമത്തെ ദിവരഹസ്യം, പ്രകാശ ദിവരഹസ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആലുവ സെമിനാരി ഞാൻ 2001 പോയിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ പടങ്ങളെല്ലാം എടുത്ത്, മാതാവിൻ്റെ ദിവരഹസ്യങ്ങളുടെ പടങ്ങളെല്ലാം പുസ്തകത്തിൽ നിന്ന് ഒരു ആലപ്പുഴയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറിനെയും കൊണ്ട് ആലുവ സെമിനാരി ചെന്നിട്ട് അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ
പടങ്ങളെല്ലാം എടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫർ സ്ലൈഡ് ഫോട്ടോഗ്രാഫറാണ്. പണ്ടത്തെ സൈഡുണ്ടല്ലോ, ഇപ്പോൾ സൈഡൊന്നും ഇല്ല. അതിനൊരു പ്രൊജക്ടർ സംഘടിപ്പിച്ചിട്ടാണ് ഈ കേരളത്തിലെല്ലാം ജപമാല ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ജപമാല ധ്യാനത്തിൻ്റെ രഹസ്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രൊജക്ടറിൽ സ്ക്രീനിൽ പ്ലേ ചെയ്യും. 2001. അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ കൂടെ നടക്കിയിരുന്നത്. അതിനുശേഷം അത് 2002, 2001, 2003 ആയപ്പോൾ ഇവിടെ മാതാവ് മാർപ്പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ച്. അതോടുകൂടി ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂർ ജപമാല 365 ദിവസവും. അപ്പോൾ ഒരു 120 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് കടലോരത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ കടലോര കൺവെൻഷൻ്റെ ഗ്രൂപ്പുകളൊക്കെ നിലനിൽപ്പുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് ഇവിടെ രാത്രിയും പകരും 365 ദിവസം വെച്ചാൽ ഒക്ടോബർ 25 തുടങ്ങി. എന്നിട്ട് ഡിസംബർ അടുത്ത 2004 ഒക്ടോബർ 25 അവസാനിച്ച്. ആ ഗ്രൂപ്പ് രാത്രിയുണ്ട് പകലും ഉണ്ടായിരുന്നു, 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂറും ഒരു വർഷം മുഴുവനും ജപമാല നടത്തി. അങ്ങനെ 2004 ഒക്ടോബർ 25 അത് സ്റ്റോപ്പ് ചെയ്യുകയും 2004 ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 ആയപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഇതുപോലെ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. കാര്യം പ്രാർത്ഥന എന്താ വെച്ചാൽ പ്രാർത്ഥന തന്നെയായിരുന്നു നമ്മുടെ ജോലി. ഈ കാലങ്ങളിലെല്ലാം ജോലി അത് തന്നെയായിരുന്നു. അമ്മ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട്, ഈ ഗ്രൂപ്പുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് 2000 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സിൽവർ ഗ്രേയിൽ. എൻ്റെ ഒരു ടൈപ്പാണ്, ഒരു മാതൃകയാണ് ആ മുറിയിരിക്കുന്നത്. നടുക്ക് ഒരു സമയഘടികാരം ചാർത്തിയ മുറി, 10-8 സൂചി. അപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അമ്മ നിൽക്കുന്നു, നെഞ്ചിലൊരു സമയഘടികാരം കാണിക്കണം, 10-8 സൂചി കാണിക്കണമെന്ന്. എന്താ ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അമ്മ പറഞ്ഞില്ല സത്യം, പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് അത്. പക്ഷേ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്ത് അന്ന് തന്നെ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഡിസംബർ 23 ഈ തിരികളെല്ലാം മേടി 120 തിരി വാങ്ങിച്ചു. പച്ചത്തിരി എന്നല്ല മേടി, പച്ചത്തിരി പറഞ്ഞില്ലായിരുന്നു. കിട്ടിയത് തിരി പച്ചയായി പോയതാ, മാർക്കറ്റിൽ നിന്ന് കിട്ടിയ തിരി പച്ചയായി പോയതാ. ആ പച്ചത്തിരിയാണ് കിട്ടിയത് നമുക്ക്. അതിവിടെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് ആൾക്കാർക്ക് കൊടുത്ത്. അന്ന് എന്നിട്ട് പറഞ്ഞു, എന്ത് ദുരന്തമുണ്ടാകാൻ പോകണം നമുക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കടലോരത്തെ ഗ്രൂപ്പ് കടലോരത്ത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഡിസംബർ 24 പ്രാർത്ഥിച്ചു, 25 പ്രാർത്ഥിച്ചു, 26 പ്രാർത്ഥിച്ചപ്പോഴാണ് മുമ്പാണ് സുനാമി വരണത്. 26 സുനാമി വന്നു. അപ്പോൾ ഇതിങ്ങനെ. പക്ഷേ ഞാൻ ആ സുനാമി ക്യാമ്പിലെല്ലാം പോയി വർക്ക് ചെയ്യുന്നു. ഞാനും സ്വന്തമായിട്ടൊരു ഇരിക്കണ അന്ന് ഫൊറോണ വികാരിയാണ്. ഫൊറോണ പള്ളിയിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ക്യാമ്പ് ഉണ്ടാക്കി ആൾക്കാരെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിലേക്ക് നടന്ന് ഒരു 2-3 മാസം കൊണ്ട് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. പക്ഷേ അതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയും ആൾക്കാരോട്. മരിയൻ കൃപാഭിഷേക ധ്യാനമെന്നും പറഞ്ഞൊരു തപസ് ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയും, മാതാവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ ആൾക്കാരോട് പറയും. പക്ഷേ അത് അനുഭവങ്ങളെ പറയത്തുള്ളൂ, അല്ലാതെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇന്നത്തെ പോലെ പ്രചരിപ്പിക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് അതിനു വേണ്ടിയുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി സഭ അത് പഠിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ 2015 ആയപ്പോൾ ഞാനിത് പ്രചരിപ്പിക്കാഞ്ഞതിൻ്റെ പേരിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിഷൻ, കോസ്റ്റൽ മിഷൻ, ഒരു കാർട്ട്, നമ്മളുടെ ഒരു വേറൊരു മിഷൻ ഉണ്ടായിരുന്നു. സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി 8 കലകൾ 9 കലകൾ സഭയ്ക്കുണ്ട്. അതെല്ലാം മൺമറഞ്ഞു പോയതാണ്. ആ ചവിട്ട് നാടകം, പുത്തമ്മാനം, അമ്മാനം, ദേവാസ്ത വിളിപ്പിച്ചപ്പാട്ട്, പരിചയമുട്ടുകളി, അങ്ങനെ കുറേ അണ്ണായി പാട്ടുകൾ, അങ്ങനെ കുറേ കലകൾ. ഇതിനെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു മിഷൻ അമ്മ തന്ന കാരണം ഞാൻ അതിൻ്റെ മിഷൻ്റെ പുറകെ ഉണ്ടാക്കി. അതിനൊരു എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കി. ആ എൻസൈക്ലോപ്പീഡിയ കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് എനിക്ക് തന്നു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നു. വലിയ ബുക്കായിരുന്നത്. അതിനാണ് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നത്. അതിൻ്റെ കൂടെ നടന്ന വർക്കാണ്. ഈ ഡോക്ടറേറ്റ് വാങ്ങിയ മധുരയിൽ ചെന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. കാര്യം വെച്ചാൽ ഇവിടം വരെ ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ നമ്മൾ പോണത്. മാതാവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല.
ഇന്ന് ഉടമ്പടിയിലൂടെ അനേക ആൾക്കാർ സംഭവിക്കണ ഇതാണ്, എയർലിഫ്റ്റാണ് സംഭവിക്കണത്. പൊക്കിക്കൊണ്ട് പോകും, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് പൊക്കിക്കൊണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു ദൈവമായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഈ ചിലർ പറയണില്ലേ, എംബസി ബ്ലോക്കായി കളഞ്ഞാ, പക്ഷേ ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ അമ്മ അവിടെ ഒന്ന് തുറന്ന്. എങ്ങനെയാണ് വിഷയം? കമ്പ്യൂട്ടർ ബ്ലോക്കായാലും എവിടെയെല്ലാം ആളെത്തും, ഓൺ ദി സ്പോട്ടിലെത്തും. ഉടമ്പടി ഇത്രയും പവറായിട്ട് ലോഞ്ച് ചെയ്യണം കാര്യം ഇതിൻ്റെ അകത്തെല്ലാം വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. എന്നുവെച്ചാൽ കലർപ്പില്ലാത്ത, നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമുള്ള, ഭൗതിക നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും നമുക്ക് ഭൗതിക നേട്ടങ്ങളല്ല മനുഷ്യനുണ്ടാക്കേണ്ടത്. കൃപാസനത്തിന് ഭൗതിക നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, എല്ലാ രീതിയിലും ഉണ്ടാകണം. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, ഞാനിത് പഠിച്ചത്, നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ ചുണ്ണാമ്പ് തൊട്ട് വെക്കണം. അത് നാളെ കാലങ്ങളിൽ നിങ്ങളെ എയർലിഫ്റ്റ് ചെയ്യും, പൊക്കിയെടുത്തുകൊണ്ട് പോകും. കാര്യം എന്താണ്? അത് ദൈവം പിടിക്കണ സംഭവമാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കേട്ട പ്രാർത്ഥനയെക്കാളും വലുതാണ് കേൾക്കാത്ത പ്രാർത്ഥന. അതെപ്പോഴും ഓർത്തിരിക്കണം. അത് കേട്ട പ്രാർത്ഥന ആ വിഷയത്തെ കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് തർക്കത്തിന് പോകരുത്. ആ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാര്യം തർക്കിക്കാതിരിക്കുന്നത് പോലും ഒരു മരിയൻ മിഷൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 2:51 എന്താ പറയണത്? അമ്മ തർക്കിച്ചില്ലെന്നാണ് പറയണത്. അമ്മ തർക്കിച്ചില്ല. ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല. തന്നെയല്ല, ഓപ്പോസിറ്റായിട്ട് ഈ പ്രാർത്ഥന ഉടമ്പടി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ തർക്കം, പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ തർക്കങ്ങളുണ്ടാകും. അത് യേശു ചോദിക്കും, നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത് എന്തുകൊണ്ട്? ഈ ചോദ്യം യേശു ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ, ഇപ്പം നിങ്ങൾ ഒരു IELTS നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു, MOH ഹാദ് അതെന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ RN അല്ലെങ്കിൽ PR അല്ലെങ്കിൽ എന്തോ B1 B2 എന്തെങ്കിലും എക്സാമിന് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്തു. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾ പെട്ടെന്ന് ലിഫ്റ്റായിപ്പോയി, കണ്ടുപോയി. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്ത് വരും? തർക്കങ്ങളുണ്ടാകും. തർക്കങ്ങളുണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത് എന്തുകൊണ്ട്? കാര്യം തർക്കമെന്ന് പറയണത് എപ്പോഴും വരുന്നത് ഈ ഒരു വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കം വരാൻ കാര്യം കമ്പാരിസൺ വരുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ തർക്കം വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി അമ്മയോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 13 വർഷം മക്കളില്ലാത്ത ഒരാൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തായിരുന്നു. അയാളൊരു വർഷം മുമ്പ് ഉടമ്പടി ചെയ്തതാണ്, 13 വർഷയുടെ മക്കളില്ല. അപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ആ 2 മക്കളെ ഒരുമിച്ച് കൊടുത്തു. അപ്പം അതിന് ആ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഈ മനുഷ്യനിവിടെ നിന്ന് പറഞ്ഞത് വാക്ക്, ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞ്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഉടമ്പടി മാത്രമേ മാർഗമുള്ളൂ. അപ്പം ഞാനും വൈഫും കൂടി വന്ന് മാതാവിൻ്റെ അടുക്ക ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് ഒപ്പുവെച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉടമ്പടി ഒപ്പുവെക്കണ ഈശോയുമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാതാവുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, അല്ല ഉടമ്പടി ചെയ്തെന്നല്ല പറയണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞു, അപ്പോൾ ഞാൻ വന്നു മാതാവുമായിട്ട് ഞങ്ങൾ ഉടമ്പടി ഒപ്പുവെച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോരിത്തെരിപ്പ് വരും. കാര്യം എന്താണ്? അയാളത് സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദൈവം, അതായത് ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കരാറെന്ന് പറഞ്ഞാൽ പോരെ? അത് കരാറല്ലേ നമ്മൾ ചെയ്യണത്. പക്ഷേ മനുഷ്യനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കരാറ്. ബൈബിളിൽ ഒരു കക്ഷി ദൈവവും ഒരു കക്ഷി മനുഷ്യനും ഒരു കക്ഷി ദൈവമാകുമ്പോൾ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഉടമ്പടി എന്ന്. അപ്പോൾ നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് ഉടമ്പടിയാണ്. അയാൾ എന്താ പറയണത്? ഞാൻ അമ്മയുമായിട്ട് ഉടമ്പടി വെച്ചു. അപ്പോഴേ വിതിൻ നോ ടൈം 2 കുഞ്ഞുങ്ങൾ അമ്മ തന്നു. കാര്യം എന്താ? ദൈവം ഈ വാഗ്ദാനങ്ങളെ, ഉടമ്പടി നിലനിൽക്കണം എന്തിലാണ്? ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥന അല്ല. ഉടമ്പടിയേ ഉള്ളല്ലോ ആദ്യകാലം മുതൽ എബ്രഹാത്തിനോട് ചെയ്ത സംഭവമാണിത്. ഉടമ്പടി എബ്രഹാത്തിനോട് ചെയ്ത്, മോസസിനോട് ചെയ്തു. എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണ വാക്കാലാണ്, അല്ലേ? വാക്കാൽ പാട്ടം എന്ന് പറഞ്ഞ പോലെ വാക്കാൽ ഉടമ്പടി. അത് മോസസിൻ്റെ കാലം വരുമ്പോൾ എഴുതി കൊടുക്കുക, റിട്ടൺ ഉടമ്പടിയാകും. അപ്പോൾ വാമൊഴിയായിട്ടുണ്ടായിരുന്നത് വരമൊഴിയായിട്ട് മാറും ഉടമ്പടി.
യേശുവിൻ്റെ കാലം വരുമ്പോൾ അതൊരു ഡൂയിങ് ആയിട്ട് മാറും. ഉടമ്പടി തന്നെയാണ് യേശുവിൻ്റെ കാലം. യേശുവിന് ഉടമ്പടി തന്നെയാണ് ഈശോ ചെയ്യണത്, അല്ല വേറെ ഒന്നും ചെയ്തില്ല. എന്ത് ഈശോ പറഞ്ഞത്? ഒരു പുതിയ ഉടമ്പടി എന്ന് പറയും. പഴയ ഉടമ്പടി നിലനിർത്തിക്കൊണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ പഴയത് റദ്ദ് ചെയ്തിട്ടില്ലെന്ന് പറയും. എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി ചെയ്യും. അത് ഉടമ്പടി, അത് എഴുത്തല്ല, ചെയ്ത്താണ്. ഇങ്ങനെ ഉടമ്പടി വരണത്. ഉടമ്പടി ആദ്യം വാക്കാൽ വരും. എബ്രഹാത്തിനോട് വാക്കാലാണ് പറയണത്. മോസസിനോട് 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പറയും, നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം വ്യക്തമല്ലേ? നിങ്ങൾ IELTS പാസ്സായാലും പുരയിടം വിറ്റാലും വിവാഹം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിനക്കിവിടെ ജീവിക്കാൻ വേണ്ടി ആണ് ഞാൻ നിന്നെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത്. അത് നീ ദീർഘകാലം ജീവിക്കണം, ആരോഗ്യത്തോടു കൂടി. അതിനു വേണ്ടി, അതാണ് അതിൻ്റെ വാഗ്ദാനം. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടി, പുറപ്പാട് പുസ്തകം എന്താ പറയണത്? നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അത് നിബന്ധനയാണ്. അപ്പം നിയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിബന്ധന ഉണ്ടാകും. ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് ഈ വിളിക്കുന്ന മുമ്പേ ഉത്തരം അരുളണത്, ഈ അനുഗ്രഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. ദൈവം ഈ അനുഗ്രഹത്തിന് 2 കണക്ഷനുണ്ട്. നമ്മുടെ അനുഗ്രഹം കിട്ടണതിന് പ്രത്യേകിച്ച് ഒരു വിശ്വാസി പോലും ആകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ PSC ടെസ്റ്റ് റാങ്കൊക്കെ എഴുതണവരും കുറേ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവരെല്ലാം ഓരോ നിലയിലെത്തിയിരിക്കണത്. ആണോ? അവിശ്വാസിയായാലും നമ്മൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഒരു പഞ്ഞുമില്ല. നിങ്ങളെ ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും, പക്ഷേ ദൈവത്തെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം ചില ആൾക്കാരൊക്കെ ഞായറാഴ്ച പള്ളി പോണില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു അച്ഛൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 24 പേരുമായിട്ട് ഉടമ്പടി ചെയ്യാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഞായറാഴ്ച പള്ളിയിലെ ആൾ കുറവാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു. ഞാൻ ചോദിച്ചു, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചില്ലേലും പള്ളിപ്പോയില്ലേലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. 2 കൊല്ലം കോവിഡായിട്ട് വീട്ടിലിരുന്നില്ലേ? അച്ഛൻ്റെ നിരീക്ഷണം അതാ. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? പള്ളി പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, പരീക്ഷ എഴുതാൻ പറ്റും, ജയിക്കും, ജോലി കിട്ടും. അപ്പോൾ ഞാൻ ഓർക്കിയിരുന്നു അച്ഛൻ പറഞ്ഞതേ, ആൾക്കാരപ്പോൾ ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നത് പലരും എന്തുദ്ദേശത്തിലാണ്? എല്ലാവരും അല്ല, എന്തുദ്ദേശത്തിലാണ്? എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നത്.